നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ED പിണറായി വിജയൻ്റെയും കൂട്ടരുടെയും വീടുകളിൽ റെയ്ഡിനെത്തിയപ്പോൾ അവിടെ ചാനൽ പട ഒഴുകിയെത്തി. ക്യാമറകളും ചാനലുകളും എന്തൊരു പൊടിപൂരം! എന്നാൽ ഇതാ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കൊച്ചിയിലെ 4 പ്രമുഖ ആശുപത്രികളിൽ ED റെയ്ഡ്. ഈ ആശുപത്രികൾക്കെതിരെ ഉയർന്ന ആരോപണം നിസ്സാരമല്ല. കേരളത്തെ നടുക്കിയ അന്താരാഷ്ട്ര അവയവ കച്ചവട മാഫിയയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ ED റെയ്ഡ് നടത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖ കോർപ്പറേറ്റ് ആശുപത്രികൾ, ഈ ആശുപത്രികളൊക്കെ 5 സ്റ്റാർ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ റെയ്ഡ് ഈ ആശുപത്രികളിൽ പുരോഗമിക്കുകയാണ്. എന്നിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആശുപത്രികളുടെ പേര് പോലും പുറത്തു പറയുന്നില്ല. നട്ടെല്ലുയർത്തി ആദ്യം കേരളത്തോട് ഈ ആശുപത്രികളുടെ പേര് പറഞ്ഞത് മീഡിയ വൺ തന്നെ. ചാനലുകളിൽ ഇപ്പോൾ ചർച്ചയില്ല, ബ്രേക്കിംഗ് ന്യൂസുകളില്ല, ബിഗ് ബ്രേക്കിങ്ങുകളില്ല. കാരണം ഈ ആശുപത്രികളിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ഓരോ മാധ്യമങ്ങൾക്കും ലഭിക്കുന്നത്. കൊച്ചിയിലെ വമ്പൻ ആശുപത്രികളുമായി ബന്ധപ്പെട്ട അന്വേഷണാത്മക പരമ്പരകളുമില്ല. കൊച്ചിയിൽ 4 കേരളത്തിൽ മറ്റു പല ഭാഗങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നു. കൊച്ചിയിൽ അവയവ മാഫിയയുടെ കഡ്ഡിയായി പ്രവർത്തിച്ച ശ്രീജയുടെ വീട്ടിലാണ് റെയ്ഡ് എന്നറിയുന്നു. മീഡിയ വൺ ചാനൽ കൃത്യമായി ആ പേരുകൾ കേരളത്തോട് പറഞ്ഞു. രാജഗിരി ആശുപത്രിയിലും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ആസ്റ്റർ മെഡിസിറ്റിയിലും ലേക്ക് ഷോർ ആശുപത്രികളിലുമാണ് ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നത്. ഒരു വശത്ത് പരസ്യ വരുമാനം, മറുവശത്ത് കോർപ്പറേറ്റ് സ്വാധീനം. പല ചാനൽ ഉടമകളുടെയും സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെയാണ് ഈ ആശുപത്രി ഉടമകൾ. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ പ്രമുഖ ആശുപത്രികൾ മാത്രമാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്ന സ്ഥലം പ്രമുഖ മാധ്യമങ്ങളെ സംബന്ധിച്ച്. അവയവദാനവുമായി ബന്ധപ്പെട്ട ഓരോ തവണ ആശുപത്രികളിൽ പരിശോധനയും ഒത്തുചേരലുമൊക്കെ നടക്കുമ്പോൾ അന്താരാഷ്ട്ര റാക്കറ്റിന് വൻതുക കമ്മീഷനായി ലഭിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ. മറുവശത്ത് നേരത്തെ കേരള പോലീസ് അന്വേഷിച്ച കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു എന്നതിന് തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നു. നേരത്തെ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നില്ല. ആശുപത്രി ഉടമകളുടെ ശക്തമായ സമ്മർദ്ദം അന്ന് ഭരണകൂടത്തിന് മേലുണ്ടായിരുന്നു. എന്നാൽ കള്ളപ്പണ നിരോധന നിയമത്തിലേക്ക് കേസുകൾ എത്തിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങി. വലിയ അന്താരാഷ്ട്ര റാക്കറ്റാണ് പ്രമുഖ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അവയവ കടത്തിനായി കേരളത്തിൽ പ്രവർത്തിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. എങ്കിലും ED റെയ്ഡുകൾ സൂചിപ്പിക്കുന്ന ചില ഭയാനക വശങ്ങളുണ്ട്. അവയവദാതാവും സ്വീകർത്താവും ഒരുമിച്ച് ആശുപത്രികളിലെത്തി ആശുപത്രി അധികൃതരുമായി ചർച്ച തുടങ്ങുന്ന ആ നിമിഷം മുതൽ കമ്മീഷൻ ഒഴുകിത്തുടങ്ങും. പ്രമുഖ ആശുപത്രികളുടെ ബാങ്ക് ഇടപാടുകളാണ് മുഖ്യമായി ED പരിശോധിക്കുന്നത്. പ്രമുഖ ആശുപത്രികളിൽ നിന്ന് നജീബ് എന്ന അവയവ കച്ചവടക്കാരന്റെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകി എന്ന് ED കണ്ടെത്തിയിരുന്നു. പ്രമുഖ ആശുപത്രികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നജീബിന്റെ അക്കൗണ്ടിലേക്ക് കമ്മീഷനായി പോയത് കോടിക്കണക്കിന് രൂപ. ഇപ്പോഴിതാ കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ സഹിതം പരിശോധിക്കുകയാണ് ED. അതീവ രഹസ്യമായി ആരംഭിച്ച റെയ്ഡും മറ്റു പരിശോധനകളും ഇപ്പോൾ വലിയ വാർത്തയായി. അവയവമാറ്റ പ്രക്രിയയുടെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാടിലാണ് EDയുടെ ഈ ശക്തമായ അന്വേഷണം. 4 ആശുപത്രികൾക്ക് പുറമെ കേസിലെ പ്രധാന പ്രതിയായ നജീബുമായി ബന്ധപ്പെട്ട മറ്റു കേന്ദ്രങ്ങളിലും അന്വേഷണം നടക്കുന്നു. നേരത്തെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ്, കൊല്ലത്തും ED റെയ്ഡ് നടത്തിയിരുന്നു. കേസിലെ പ്രധാന സൂത്രധാരനും കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം സ്ഥാപനത്തിന്റെ ഉടമയുമായ നജീബിന്റെ കാസർഗോഡിലെ വീട്ടിൽ ED റെയ്ഡ് ഇപ്പോൾ തുടരുകയാണ്. അനധികൃത അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് വൻതോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പോലീസ് അന്വേഷണത്തിനിറങ്ങിയത്. പോലീസ് അന്വേഷണത്തിലെ ഭയാനകമായ ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരീക്ഷിച്ചു. തുടർന്നാണ് ED തങ്ങളുടെ അന്വേഷണം പ്രഖ്യാപിച്ചത്. കൊല്ലത്ത് തട്ടിപ്പിലെ പ്രധാനിയായ ശ്രീജിയുടെ വീട്, കൊല്ലം കിളികല്ലൂർ പോലീസ് എടുത്ത കേസിലെ പ്രതിയാണിവർ. മറ്റൊരു പ്രതിയായ സുധീറിന്റെ വീട്ടിലും ED റെയ്ഡ് ഇപ്പോൾ നടക്കുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നാണ് നേരത്തെ നജീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു അറസ്റ്റ്. കഴിഞ്ഞ 3 വർഷമായി നജീബിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാജ രേഖകളുണ്ടാക്കി അവയവ കച്ചവടം നടത്തിവരികയാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. നിരവധി സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും അവർ വലയിലാക്കി.
40ഓളം അവയവ കൈമാറ്റങ്ങളുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചു. അവയവ ദാനത്തിന് പിന്നിൽ വൻ മാഫിയ ഇടപെട്ടു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ദാതാക്കൾക്ക് കുറഞ്ഞ തുക നൽകി വൻ തുകയ്ക്കാണ് ഇവർ അവയവങ്ങൾ മറിച്ചുവിറ്റത്. തട്ടിപ്പിനിരയാകുന്നത് സാധാരണക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ടവരും. സംസ്ഥാനത്തിന് പുറത്തും ഈ റാക്കറ്റിന് വലിയ ബന്ധം. പോലീസ് അന്വേഷണം ഉന്നതങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ അന്ന് ശക്തമായ സമ്മർദ്ദവും ഇടപെടലും ഭരണതലത്തിലുണ്ടായി. കൊച്ചിയിലെ ആശുപത്രികൾക്ക് പുറമെ കോട്ടയത്തും തിരുവനന്തപുരത്തുമുള്ള ആശുപത്രികളിലും ഇപ്പോൾ ED റെയ്ഡ് തുടരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഈ ആശുപത്രികളുടെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും. നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം നീണ്ടിരിക്കുന്നത്. പരിശോധന നടക്കുന്ന കേന്ദ്രങ്ങളിൽ CRPF ഉൾപ്പെടെ വൻ സുരക്ഷയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവയവക്കടത്ത് കേസിലെ സൂത്രധാരൻ നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയതിനു പിന്നിൽ ഈ ആശുപത്രികളുടെ പങ്ക് എത്രത്തോളം? കൊച്ചിയിൽ റെയ്ഡ് നടന്ന ഒരു പ്രമുഖ ആശുപത്രിയിൽ നിന്ന് നജീബിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വലിയ തുക കമ്മീഷനായി എത്തിയിരിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡ്. അവയവ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച കോടികൾ ഉപയോഗിച്ച് പ്രതി നജീബ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും ഒക്കെ പേരിൽ വ്യാജ രേഖകൾ ചമച്ചായിരുന്നു ഇയാൾ അവയവ കച്ചവടം നടത്തിയിരുന്നത്. ഏജന്റുമാർ വഴി അവയവദാനത്തിനുള്ള ആളുകളെ കണ്ടെത്തിയിരുന്നത് നജീബ്. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലായിരുന്നു ഇതെല്ലാം ചെയ്തത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ആദ്യം കണ്ണുവയ്ക്കും. അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് വൻ തുക കമ്മീഷനായി കൈപ്പറ്റും. അതിൽ നിന്ന് വലിയൊരു തുക കമ്മീഷനായി എടുക്കും. നിസ്സാര തുക മാത്രമാണ് ദാതാക്കൾക്ക് നൽകുന്നത്. അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം എവിടെയൊക്കെ നിക്ഷേപിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം അന്വേഷിച്ചിരുന്നു. പിന്നീടാണ് നജീബിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്ന വഴികളിലേക്ക് ED തിരിഞ്ഞത്. കോടികളുടെ ഇടപാടുകൾ അക്കൗണ്ട് വഴി തന്നെയാണ് നജീബ് നടത്തിയത്. 2 അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പോലീസിനെ ഞെട്ടിച്ചു. ഈ 2 അക്കൗണ്ടുകൾക്ക് പുറമെ നിരവധി ബിനാമി അക്കൗണ്ടുകളും നജീബ് കൈകാര്യം ചെയ്തിരുന്നു. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു മുഹമ്മദ് നജീബ് എന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2017 ബംഗളൂരിൽ ഗുണ്ട സംഘത്തലവൻ കാലിയ റഫീഖിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ഇയാൾ. വിവിധ ജില്ലകളിലായി സാമ്പത്തിക തട്ടിപ്പ്, പിടിച്ചുപറി, മോഷണം, കുട്ടികളെ ഉപദ്രവിക്കൽ ഉൾപ്പെടെ 12 കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 2023 മുതൽ മുഹമ്മദ് നജീബ് അവയവ റാക്കറ്റിൽ സജീവമായി. അതിവേഗം ഇയാൾ സംഘത്തിലെ പ്രധാനിയായി. ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ ഇതിന് തുണയും. ഇയാളുടെ പാസ്പോർട്ട്, മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് സംഘം നേരത്തെ പിടിച്ചെടുത്തു. നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവയവങ്ങൾ ദാനം ചെയ്തവരും ബാക്കിയവരുമായ 40-ലധികം വ്യക്തികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വരെ അക്കൂട്ടത്തിലുണ്ട്. വൃക്കതങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ പണമിടപാടുകൾ നടന്നിട്ടില്ല എന്നും ദാതാക്കൾ ആദ്യഘട്ടത്തിൽ പോലീസിന് മൊഴി നൽകി. ഇത് സമ്മർദ്ദവും സ്വാധീനവും ചെലുത്തിയായിരുന്നു എന്ന സംശയം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനുണ്ടായി. അന്തർ സംസ്ഥാന അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ മാഫിയയിലേക്ക് അന്വേഷണം തിരിയുമെന്ന ഘട്ടത്തിൽ പെട്ടെന്ന് പോലീസ് കേസിൽ ഉൾവലിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന നജീബിൽ കേസന്വേഷണം ഒതുക്കി തീർക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ശ്രമം. 7 ദിവസം കസ്റ്റഡിയിൽ വെച്ച് നജീബിനെ ചോദ്യം ചെയ്തുവെങ്കിലും നജീബുമായി ബന്ധപ്പെട്ട ഉന്നതരുടെ വിവരങ്ങൾ ലഭിച്ചില്ല എന്ന നിലപാടാണ് പോലീസ് അന്ന് സ്വീകരിച്ചത്. നജീബ് ഭാര്യ റഷിദ എന്നിവരുൾപ്പെടെ 10 പേരെ അറസ്റ്റ് ചെയ്തു. എങ്കിലും നജീബിൽ തട്ടി അന്വേഷണം നിലയ്ക്കുന്ന കാഴ്ചയും കേരളത്തെ നടുക്കിയിരുന്നു. 40-ലേറെ അവയവക്കടത്ത് നടത്തി എന്ന് നജീബ് പോലീസിനോട് സമ്മതിച്ചു. അങ്ങനെ ലഭിച്ച കോടിക്കണക്കിന് തുക താൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് നിക്ഷേപിച്ചത് എന്നും നജീബ് പോലീസ് സംഘത്തോട് തുറന്നു പറഞ്ഞു. എന്നാൽ തനിക്ക് പിന്നിലുള്ള വലിയ മാഫിയകളെക്കുറിച്ചും താൻ ഇടപാടുകൾ നടത്തിയ ആശുപത്രികളെക്കുറിച്ചും നജീബ് പോലീസിന് മുന്നിൽ മൊഴി പറയാൻ വിസമ്മതിച്ചു. ആർക്കാണ് നജീബ് അവയവദാനത്തിന് രേഖകൾ ഉണ്ടാക്കി നൽകിയത്? ഇതിന് പിന്നിലെ ഉന്നതർ ആര്? നജീബുമായി ഇടപാടുള്ള ആശുപത്രികൾ ഏതൊക്കെ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ അന്വേഷണം വഴിമുട്ടി നിന്ന ഘട്ടം. കേസുമായി ബന്ധപ്പെട്ട് അന്ന് പ്രധാന ആശുപത്രികളുടെ പേരുകൾ ഉയർന്നു കേട്ടുവെങ്കിലും ആ ദിശയിൽ അന്വേഷണം പിന്നീട് നീങ്ങിയില്ല. നജീബിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഡയറിക്കുറിപ്പിലേക്കോ അതിലെ വിവരങ്ങളിലേക്കോ അന്വേഷണം ഒരു തരത്തിലും കടന്നില്ല. രാഷ്ട്രീയ ഇടപെടൽ തന്നെയായിരുന്നു അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള കാരണം.
കസ്റ്റഡിയിലുള്ള നജീബിനെയും നജീബിനൊപ്പമുള്ള സംഘാംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്തു എങ്കിലും ആശുപത്രികളെക്കുറിച്ച് അവർ ഒരുവിധ പ്രതികരണവും വിശദാംശങ്ങളും നൽകിയില്ല എന്ന് പോലീസ് സംഘമെന്ന് വിശദീകരിച്ചിരുന്നു. 2023 ഓഗസ്റ്റ് മുതൽ സജീവമായിരുന്നു ഈ അവയവ കച്ചവട മാഫിയ. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളുടെ ലെറ്റർ ഹെഡുകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് നജീബിന്റെ മൊഴി. അവയവമാറ്റം പോലെ അതീവ സങ്കീർണമായ നിയമപരമായ കടമ്പകളുള്ള ഒരു പ്രക്രിയയിൽ ഇത്രയധികം വ്യാജരേഖകൾ സമർപ്പിച്ചിട്ടും അതൊന്നും തങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പ്രമുഖ ആശുപത്രികൾ വിശദീകരിക്കുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ അത്ര വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ. വൻകിട ആശുപത്രി മാനേജ്മെൻറ്റുകളുടെയും ചില പ്രമുഖ ഡോക്ടർമാരുടെയും ഒത്താശ ഈ മാഫിയയ്ക്ക് ലഭിച്ചു എന്ന് തുടക്കം മുതൽ പോലീസും സംശയിച്ചിരുന്നു. പിന്നീട് കേസ് ഏറ്റെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഇക്കാര്യത്തിൽ വിശദമായ തെളിവുകൾ ശേഖരിച്ചു. കൃത്യമായ സാമ്പത്തിക പങ്കാളിത്തത്തോടെയാണ് ഈ അവയവ കച്ചവടം നടന്നത് എന്ന നിഗമനത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇപ്പോൾ ED പരിശോധിക്കുന്നു. പോലീസ് കേസ് അട്ടിമറിച്ച രാഷ്ട്രീയ പ്രമുഖരെക്കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷിക്കുകയാണ് ED. നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ വിശ്വസിച്ചെത്തുന്ന പല പ്രമുഖ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ദുരൂഹതകൾ. അന്വേഷണം കൃത്യതയോടെ നടക്കണം. ആരാണ് യഥാർത്ഥ പ്രതി എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം ഈ പ്രമുഖ ആശുപത്രികളും നജീബും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? രോഗികൾ ഏറെ വിശ്വസിച്ചാണ് പ്രമുഖ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കൊക്കെയായി കടന്നു ചെല്ലുന്നത്. ഇത്തരം അവയവ മാഫിയ സംഘങ്ങളുമായി സഹകരിക്കുന്നു ഇവരൊക്കെയെങ്കിൽ എങ്ങനെ കേരളത്തെ വിശ്വസിക്കും? ഈ കേസ് പോലും അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നതരും പോലീസ് ഉന്നതരുമൊക്കെ കുടുങ്ങുക തന്നെ ചെയ്യണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.